ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാംവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാംവിതംശ്ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേശ കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. हरे कृष्णा पार्वती माता जी, वेलकम बैक. हरे कृष्ण गुरु जी, प्रणाम. हरे कृष्ण. ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 10, 10ാമത്തെ ശ്ലോകം മുതൽക്ക്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തി തേ. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തി തേ. रूपेश्वरी माता जी. हरे कृष्ण प्रभु जी. तेषां सततयुक्तानां भजदां प्रीतिपूर्वकं ददामि बुद्धियोगं तं येन माम् उपयान्ति ते. बबीता माता जी. हरे कृष्ण. तेषां सततयुक्तानां भजतां प्रीतिपूर्वकं ददामि बुद्धियोगं तं येन माम् उपयान्ति ते. वेरी गुड. पार्वती माता जी. तेषां सततयुक्तानां भजतां प्रीतिपूर्वकं ददामि बुद्धियोगं तं येन मामुपयान्ति ते. Okay, Hari Bol. And Sami Mata ji. हरे कृष्णा. तेषां सततयुक्तानां भजदां प्रीतिपूर्वकं ददामि बुद्धियोगं तं येन माम् उपयान्ति ते. Very good. Translation modi vaaichu Mata ji. Okay, Prabhu. Translation. To those who are constantly devoted to serving me with love, I give the understanding by which they can come to me. Very good. To those who are constantly devoted to serving me with love, I give the understanding by which they can come to me. Okay. ഭഗവാൻ പറയുന്നത് those who are constantly, അത് അണ്ടർലൈൻ ചെയ്യണം. Constantly devoted to serving me with love, അതും അണ്ടർലൈൻ. ഓക്കെ. നമ്മൾ ഡിവോട്ടഡ് ഇൻ സെർവിങ് മീ വിത്ത് ലവ്, വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ, യാതൊരു ആഗ്രഹവും, അതായത് ഭൗതിക തലത്തിലുള്ള യാതൊരു ആഗ്രഹവും ഇല്ലാതെ. ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷ പാടില്ല. പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് ലവ് അല്ല, അല്ലേ? അപ്പൊ അത് ലസ്റ്റായിട്ട് മാറും. നമ്മൾ എന്തെങ്കിലും ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുകയാണെങ്കിൽ അതിനെ ലവ് എന്ന് പറയാം. ലവ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി മോട്ടിവേഷൻ, വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ. അതെങ്ങനെ ഇരിക്കണം? അത് കോൺസ്റ്റന്റ്ലി ആയിരിക്കണം, അൺഇൻറ്ററപ്റ്റഡ് ആയിരിക്കണം. അത് തന്നെയാണ് ഭാഗവതം പറയുന്നത്, അല്ലേ? സവായ് പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷതി അഹൈതുകി അപ്രതിഹത. അഹൈതുകി, വിത്തൗട്ട് എനി മോട്ടിവേഷൻ. അപ്പോൾ ലവ് മീൻസ് വിത്തൗട്ട് എനി മോട്ടിവേഷൻ, വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ. എങ്ങനെ ഇരിക്കണം? അപ്രതിഹത,
അതായത് കോൺസ്റ്റന്റ്ലി വിതൗട്ട് എനി ഇന്ററപ്ഷൻ. അങ്ങനെ ഏതൊരു വ്യക്തിയാണോ ഏതൊരു ഭക്തരാണോ എന്നെ ഭജിക്കുന്നത് അവർക്ക് ഞാൻ എന്ത് നൽകും? ഐ ഗീവ് ദ അണ്ടർസ്റ്റാൻഡിങ് ബൈ വിച്ച് ദേ ക്യാൻ കം ടു മീ. അവർക്ക് ഞാൻ അതിനുള്ള ബുദ്ധി കൊടുക്കും. എന്ത് ബുദ്ധി കൊടുക്കാം? എന്നെ പ്രാപിക്കാനുള്ള ആ ബുദ്ധി. അപ്പൊ എന്താ ക്രൈറ്റീരിയ? ഒന്ന് കോൺസ്റ്റന്റ്, അൺഇൻറ്ററപ്റ്റഡ്. ഒന്ന് വിത്ത് ലവ്, വിതൗട്ട് എനി മോട്ടിവേഷൻ, വിതൗട്ട് എനി എക്സ്പെക്ടേഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം ഇത് നടക്കുമോ? അപ്പൊ എന്താണ് ഇവിടെ പരാമർശിക്കുന്നത്? ഏത് യോഗമാണ് പരാമർശിക്കുന്നത്? സിമി മാതാജി, ഭക്തി യോഗയല്ലേ പ്രഭുജി? ഭക്തി. വൈകുണ്ഠത്തില് കർമ്മയോഗം ഉണ്ടോ? വൈകുണ്ഠത്തിൽ നമുക്ക് കർമ്മയോഗം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ജ്ഞാനയോഗം ഉണ്ടോ? ഇല്ല. ധ്യാനയോഗം ഉണ്ടോ? ഇല്ല. ഭക്തി മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ ആ ഭക്തി ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. കർമ്മ, ജ്ഞാന, ധ്യാന വൈകുണ്ഠത്തില് സ്പിരിച്വൽ വേൾഡിലില്ല. അതായത് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക, ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്, ആ കർമ്മം ഇല്ല. ജ്ഞാനം, ഇമ്പേഴ്സണൽ ബ്രഹ്മനിൽ ലയിക്കാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ജ്ഞാനമാർഗം നമ്മൾ ഫോളോ ചെയ്യുക, അതുമില്ല. കാരണം ഭഗവാന്റെ നേരെ സേവകനായിട്ട് നമ്മൾ അവിടെ സേവനം ചെയ്യുമ്പോൾ എന്തിനാണ് ഇമ്പേഴ്സണൽ ബ്രഹ്മനിൽ അവിടെ നമ്മൾ ലയിക്കാൻ ആഗ്രഹിക്കുന്നത്? അല്ലെ? ധ്യാനം, ഭഗവാൻ സ്വയം അവിടെ സാന്നിധ്യമുണ്ട്. ഭഗവാന്റെ സാന്നിധ്യം പേഴ്സണലായിട്ട്, ഇൻ പേഴ്സൺ ഫോം. പിന്നെ എന്തിനാണ് നമ്മൾ പരമാത്മാവ്, കാണാത്ത ആ പരമാത്മാവിൽ നമ്മൾ ധ്യാനിക്കുന്നത്? എൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ വൈകുണ്ഠത്തിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ വേൾഡ് കർമ്മ, ജ്ഞാന, ധ്യാന ഈ പ്രോസസ് ഇല്ല, ഭക്തി മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, സെർവിങ് മീ വിത്ത് ലവ്. ഇപ്പൊ ലവ് സേവനം വേണമെന്നുണ്ടെങ്കിൽ ഭക്തി മാത്രമേ പറ്റുള്ളൂ. അപ്പോ എന്നാ പിന്നെ എന്തിനാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനന് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്? കർമ്മമാർഗത്തിനെ പറ്റിയും പരാമർശിച്ചിട്ടുണ്ട്, ജ്ഞാനമാർഗം, ധ്യാനമാർഗം ഇതെല്ലാം പറ്റി പരാമർശിച്ചിട്ടുണ്ട്. എന്തിനാണ് അതിൻ്റെ ആ പ്രാധാന്യം ഇല്ലെങ്കിൽ, അതിന് റിലവൻസ് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്? എൻ്റെ ആവശ്യം എന്തായിരുന്നു? ഓരോന്ന് പറഞ്ഞു പതുക്കെ പതുക്കെ കൊണ്ടുവരാനല്ലേ പ്രഭുജി? ആദ്യം ഇത് ചെയ്യൂ. ഇതെല്ലാം ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ. അതായത് ഓരോരുത്തരുടെ കോൺഷ്യസ്നെസ് അനുസരിച്ചിട്ട്, ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചിട്ട് പതുക്കെ പതുക്കെ അതിന് ഒരു 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, അങ്ങനെ നമ്മൾ 10th ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD, പോസ്റ്റ് ഡോക്ക്, അങ്ങനെ മാക്സിമം ദ ഹയസ്റ്റ് ഡിഗ്രി, അതായത് ഭക്തി മാർഗത്തിൽ എത്തിക്കാൻ. അതായത് ഡയറക്റ്റ് ഭക്തി മാർഗത്തിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇങ്ങനെ സ്ലോ ആൻഡ് ഗ്രാജുവലി ഭക്തിയിലേക്ക് എത്താം. പക്ഷെ ഡയറക്റ്റ്ലി ഭക്തി മാർഗം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഭക്തി ഈസ് ആൾ ഇൻക്ലൂസീവ്. അതിൽ കർമ്മമുണ്ട്, ജ്ഞാനമുണ്ട്, ധ്യാനമുണ്ട്. കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ വെറുതെ മിണ്ടാതിരിക്കുന്നില്ല. വി ആർ നോട്ട് ഇനേർട്ട്, അല്ലേ? നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ആ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടുള്ള കർമ്മം ചെയ്യുന്നു. ജ്ഞാനമുണ്ട്, ആ ജ്ഞാനം ബ്രഹ്മനിൽ ലയിക്കാൻ വേണ്ടിയിട്ടല്ല, ആ ജ്ഞാനം ഭഗവാനെ സേവിക്കാനുള്ള ഇതാണ്. ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുന്നു, നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ, ലീലകൾ ഡിസ്കസ് ചെയ്യുന്നു. ഗുണ, രൂപ, ലീല, നാമം ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ? പറയുന്നത് ഇതിന്റെ മുമ്പത്തെ ശ്ലോകം എന്താ പറയുന്നത്? മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച. അപ്പോൾ അങ്ങനെ പരസ്പരം ഭക്തന്മാർ കൂടിച്ചേരുമ്പോൾ
അവരെ സന്തോഷവന്മാരായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അവരെ ആനന്ദിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ലീലകളെ പറ്റി ചർച്ച ചെയ്യുന്നു. അതിൽ കിട്ടുന്ന ആനന്ദം, അതിനെ എന്താണ് പറയുന്നത്? എന്താനന്ദം എന്ന് പറയുന്നത്? ഭക്തി ആനന്ദം, പരമാനന്ദം, പ്രേമാനന്ദം, അല്ലേ? അത് ഈ ബ്രഹ്മാനന്ദിനെക്കാട്ടിലും എത്രയോ മുകളിലാണ്. ഒരു ത്രാസ് എടുത്തിട്ട്, ഒരു വെയിങ് മെഷീൻ എടുത്തിട്ട് ആ ഒരു ഭക്തിയാനന്ദത്തിന്റെ ഒരു ഡ്രോപ്പ്, ജസ്റ്റ് 1 ഡ്രോപ്പ് ഓഫ് ഭക്തി ആനന്ദം ഒരു സൈഡില്. മറ്റേ സൈഡില് എല്ലാം, അതായത് കർമ്മം, ജ്ഞാനം, ധ്യാനം, ഇതിന്റെ എല്ലാം മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അത് മറ്റേ സൈഡിൽ വെക്കുക. എന്നാലും ഈ 1 ഡ്രോപ്പ് ഓഫ് ഭക്തി ആനന്ദം വിൽ വെയ് മോർ. മനസ്സിലാക്കിയോ? അതാണ് ഭക്തിയുടേത്. അപ്പോൾ നമ്മള് ഭഗവത്ഗീത, ഭാഗവതം വായിക്കുന്നുണ്ട് എന്തിനാ? ഈ ജ്ഞാനം ആർജിക്കാൻ വേണ്ടിയിട്ട്, എന്തിനെ? ഭഗവാനെ സേവിക്കാൻ, നല്ല തരത്തിൽ ഭഗവാന്റെ ഒപ്പുലൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ ഗ്രേറ്റ്നെസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട്, അല്ലാണ്ട് സ്പെക്കുലേഷന് വേണ്ടിയിട്ടല്ല. സ്പെക്കുലേഷന് വേണ്ടിയിട്ടല്ല നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതം വായിക്കുന്നു. പിന്നെ ധ്യാനം, അല്ലെ? ധ്യാനിക്കുന്നുണ്ട്. എങ്ങനെ നമ്മൾ ധ്യാനിക്കുന്നത്? അതും നമ്മളുടെ ഭക്തിയിൽ ഇൻക്ലൂഡഡ് ആണ്. എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്? ജപം, നാമജപം. നാമജപത്തിലൂടെ നമ്മൾ ധ്യാനം, ഭഗവാന്റെ ദിവ്യനാമങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നു, അല്ലെ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ ദിവ്യനാമം ജപിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ നാമത്തില് ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്നുകൊണ്ട് നമ്മളുടെ ഭൗതിക ലോകത്തിലെ കൽമശങ്ങളും അനർത്ഥങ്ങളും എല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ നല്ലൊരു ശുദ്ധ ഭക്തനായിട്ട് മാറുന്നു. പിന്നെ ഭക്തിയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാരണം. അതാണ് അൾട്ടിമേറ്റ്. ഭക്തി ഈസ് ഇൻഡിപെൻഡന്റ്, അത് സ്വതന്ത്രമാണ്, മറ്റേതിനെ ആശ്രയിച്ചതല്ല. മറ്റേത് കർമ്മം, ജ്ഞാനം, ധ്യാനം ഇൻഡിപെൻഡന്റ് അല്ല. ഭക്തിയില്ലാത്ത കർമ്മം, ഭക്തിയില്ലാത്ത ജ്ഞാനം, ഭക്തിയില്ലാത്ത ധ്യാനം ഒരു കാര്യത്തിനുമില്ല, ഒരു കാര്യമില്ല. അപ്പോൾ അതാണ് ഭഗവാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. ഭഗവാൻ അർജുനൻ മുഖേന നമുക്കെല്ലാം പറഞ്ഞു തരുന്നതാണ്. അതായത് നമ്മളുടെ ആ ഭക്തി എന്നുള്ളത്, ലവ്, അത് കോൺസ്റ്റന്റ് ആയിരിക്കണം. സർവീസ് വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ ആയിരിക്കണം, വിത്ത് ലവ് ആൻഡ് ഡിവോഷൻ. അപ്പോൾ ഡിവോഷൻ ആണ് മെയിനായിട്ട്. നമുക്ക് എത്ര തന്നെ എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കും, എത്ര തന്നെ ടാലന്റ് ഉണ്ടായിരിക്കും, ശരി, പല ഡിവോട്ടിക്കും പല ആൾക്കാർക്കും പല ടാലൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ആ ടാലൻസിനെക്കാട്ടും ഭഗവാൻ നോക്കുന്നത് എന്താണ്? ഭക്തിയാണ്, ഡിവോഷൻ. ആ ടാലൻസില് ഡിവോഷൻ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. നമുക്ക് തരുന്ന ആ കഴിവ്, ഒരാൾ നല്ല ഒരു എക്സ്പെർട്ട് കുക്കാണ്, ഭഗവാന് ഭോഗ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യും. പക്ഷെ അത് തൻ്റെ പേരും പെരുമയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിൽ ലവ് ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ടാലന്റ് ഓഫ് കുക്കിംഗ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഒരാൾ നല്ല കീർത്തനീയാണ്, ഒരാൾ നല്ല ടീച്ചറാണ്, ഒരാൾ നല്ല മാനേജ്മെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏത് സർവീസ് എടുത്താലും ഭഗവാൻ അതിൻ്റെ എക്സ്പെർട്ടീസും അതിൻ്റെ ടാലന്റ് അല്ല നോക്കുന്നത്, അതിൻ്റെ പിന്നിലുള്ള ആറ്റിറ്റ്യൂഡാണ് നോക്കുന്നത്. ഏത് ആറ്റിറ്റ്യൂഡിലാണ് സർവീസ് ചെയ്യുന്നത്? ഒരാൾ ചിലപ്പോൾ ടെമ്പിളില് ചപ്പൽ സേവയാണ് ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട്. ഒരാൾ ചിലപ്പോൾ പ്രീച്ചിങ് ആയിരിക്കും ചെയ്യുന്നത്, ചില ആൾ മാനേജ്മെന്റ് ചെയ്യുന്നത്, ചില ഡേറ്റി ഇട്ടേഴ്സ്, ചില ആൾ ഡേറ്റി വേർഷിപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, ചില ആൾക്കാർ പ്രസാദം സേവ, ചില ആൾക്കാർ എന്താ പറയുക പബ്ലിസിറ്റി കൊടുക്കുന്നു. പല സേവയുണ്ട്, അല്ലെ? മീനിയലായിട്ടും നമ്മുടെ കണ്ണില് വളരെ വലുതായിട്ടുള്ള സേവകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ കണ്ണില് എന്താണ്? സേവയാണ്. അതിനൊന്നും ഇൻഫീരിയർ ഒരു സുപ്പീരിയർ പറഞ്ഞിട്ടുള്ള ഒരു സേവയില്ല. നമ്മൾ തരംതിരിക്കും, ഹീസ് എ ഗുഡ് കീർത്തൻ, ഹീസ് എ ഗുഡ് പ്രീച്ചർ, ഹീസ് എ ഗുഡ് മാനേജർ, നമ്മൾ തരംതിരിക്കും. പക്ഷെ ഭഗവാന്റെ കണ്ണില് ആരും തരംതിരിവില്ല. ചിലപ്പോ നല്ല ഒരു കീർത്തനീയ, ഒരു നല്ലൊരു ഡേറ്റി ശൃംഗാരം ചെയ്യുന്ന
അതായത് ഡ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ലൊരു പ്രീച്ചർ, അവരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഭഗവാൻ ഇഷ്ടം ആ ഫ്രണ്ടിൽ നിന്ന് ചപ്പൽ സേവ ചെയ്യുന്ന ആളായിരിക്കും ആത്മാർത്ഥമായിട്ട്. അപ്പോ ഏത് സേവ, എന്ത് എക്സ്പെർട്ടൈസ്, ഒരു ടാലന്റും ഇല്ലെങ്കിലും ഭഗവാൻ ചെയ്യുന്ന സേവ വിത്ത് ഡിവോഷൻ, വിത്ത് കംപ്ലീറ്റ് ലവ് ആൻഡ് ഡിവോഷൻ ചെയ്യണമെങ്കിൽ അതാണ് ഭഗവാൻ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഡേറ്റീസ് ഡ്രസ് ഉണ്ട്. ഡേറ്റീസ് ഡ്രസ്സിന്റെ അപ്പോൾ ഡേറ്റീസ് അത് ഡേറ്റിയുടെ ചെയ്തിട്ടുന്ന ഡ്രസ്സ്, അതിന്റെ ബാക്ക് ഡ്രോപ്പിലുള്ള ആ കർട്ടൻ വിചാരിക്കുകയാണ്, അയ്യോ എനിക്ക് ഡേറ്റി ഡ്രസ്സ് ആവാൻ പറ്റിയില്ലല്ലോ, ഞാൻ എത്ര ഒരു നിർഭാഗ്യം ഉള്ള ഒരാളാണ്. കർട്ടൻ വിചാരിക്കുകയാണ്, അത് ബാക്ക് ഡ്രോപ്പ് കർട്ടൻ. അങ്ങനെ മറ്റേ ഡ്രസ്സിന് ഭഗവാന്റെ ദേഹത്ത് അണിയാനുള്ള ഒരു ഇത് കിട്ടി, ഭാഗ്യം കിട്ടി. പക്ഷെ അങ്ങനെയല്ല, ആ ബാക്ക് ഡ്രോപ്പ് കർട്ടൻ ഉണ്ടാവുന്നതാണ് ആ ഡേറ്റി ഉള്ള കൂടുതൽ ഒരു പ്രകാശം, അല്ലേ, കുറച്ചും കൂടി ഒരു നല്ലൊരു ലുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ബാക്ക് ഡ്രോപ്പ് കർട്ടനും അതേ, എങ്ങനെ ഡേറ്റി ഡ്രസ്സിന് എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ടോ അതേ ഇമ്പോർട്ടൻസ് ബാക്ക് ഡ്രോപ്പ് കർട്ടനും ഡയറക്റ്റ് സേവ ചെയ്യുന്നില്ലെങ്കിലും കിട്ടുന്നുണ്ട്. അതേപോലെ ഏതൊരു മീനിയൽ സേവ ചെയ്താലും ശരി, എത്ര വലിയ എക്സ്പേർട്ട് ടാലന്റഡ് സേവ ചെയ്താലും ശരി, ഭഗവാൻ നോക്കുന്നത് ആ ടാലന്റോ എക്സ്പെർട്ടീസും അല്ല. ഭഗവാൻ നോക്കുന്ന അതിന്റെ പിന്നിലെ ആറ്റിറ്റ്യൂഡ്, ലവ് ആൻഡ് അഫെക്ഷൻ, അതാണ് നോക്കുന്നത്. അപ്പോൾ ഭഗവാനാണ് നമുക്ക് തരുന്ന, നമ്മുടെ ടാലന്റ് നമുക്ക് തരുന്നതെല്ലാം ഭഗവാനാണ് തരുന്നത്. അതിനെ വിഡ്രോ ചെയ്യുന്നതും ഭഗവാനാണ്. അപ്പോൾ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാലന്റിനെ വിഡ്രോ ചെയ്യുന്നതും ഭഗവാനാണ്. നമ്മൾ വിചാരിക്കുന്നതെല്ലാം എൻ്റെ കഴിവാണ് അല്ലെങ്കിൽ നമ്മുടെ കഴിവാണ്, നല്ല ആവശ്യം അനുസരിച്ച് ഭഗവാൻ ഒരു ഭക്തന് അതിന്റെ കഴിവ് കൊടുക്കുന്നു, ആവശ്യമില്ലെങ്കിൽ അത് വിഡ്രോ ചെയ്യുന്നു. അതിന് ഉദാഹരണം എന്താണ്? നമ്മുടെ ശാസ്ത്രത്തില് ഭഗവാൻ അർജുനന്റെ ഗാണ്ഡീവമാണോ പ്രഭുജി? അർജുനൻ അല്ലേ, അർജുനനും എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഗാന്ധീവധാരിയാണ്, എനിക്ക് എല്ലാ കഴിവുണ്ട്, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഭഗവാൻ പോയ ശേഷം ആ പവർ വിഡ്രോ ചെയ്തു. പിന്നെ സാധാരണ ഗോപാലന്മാരായിട്ട് യുദ്ധം ചെയ്തിട്ട് ജയിക്കാൻ പറ്റിയില്ല. അപ്പൊ ഭഗവാൻ ആ എക്സ്പെർട്ടൈസ് കൊടുക്കുന്നതും ആ ടാലന്റ് കൊടുക്കുന്നതും ഭഗവാനാണ്. വിഡ്രോ ചെയ്യുന്നതും, ബെസ്റ്റ് ഓവർ ആൻഡ് വിഡ്രോവൽ രണ്ടും ഭഗവാനാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമുക്ക് അഹങ്കരിക്കാനുള്ളത്, അല്ലേ? ഓരോ സമയത്തും നമ്മുടെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നമ്മൾ ആ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം? ഗുരുവിനും ഭഗവാനും കൊടുക്കേണ്ടത്, നമ്മളുടെ ക്രെഡിറ്റ് അല്ല. ഈ നമുക്ക് ചെയ്യാനുള്ള കഴിവ് തന്നത് ഭഗവാനും നമ്മുടെ ഗുരുവാണ്. അതിനുള്ള എംപവർമെന്റ് തന്നത് ഗുരുവാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ തലയിൽ പോകാൻ പാടില്ല ഇത് എൻ്റെ കഴിവാണെന്നുള്ളത്. എപ്പോ അത് നമ്മുടെ തലയിൽ പോയി, അപ്പൊ നമ്മുടെ അധപതനം തുടങ്ങിയെന്നർത്ഥം. സോ ദ ക്രെഡിറ്റ് ആൾവേസ് ഷുഡ് ബി ഗിവൺ ടു അവർ ഗുരു ആൻഡ് കൃഷ്ണ. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത്, ടു ദോസ് ഹു ആർ കോൺസ്റ്റന്റ്ലി ഡിവോട്ടഡ് ടു സെർവിങ് മീ വിത്ത് ലവ്. സർവീസ് മാത്രം പോരാ, ആ സർവീസിന്റെ പിന്നിലെ പേഴ്സണൽ അജണ്ട ഉണ്ടെങ്കിൽ ഭഗവാൻ തൃപ്തിപ്പെടില്ല. വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ ഐ ഗീവ് ദ അണ്ടർസ്റ്റാൻഡിങ് ബൈ വിച്ച് ദേ ക്യാൻ കം ടു മീ. അല്ലേ? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ചതി തഥാം ഭക്തിയ ഉപഹൃത അസ്നാമി പ്രയതാത്മന. ഭക്തിയ രണ്ടു പ്രാവശ്യം ഭക്തി, വിത്ത് ലവ് അർപ്പിക്കണത് വിത്ത് ലവ് ആയിരിക്കണം. അപ്പോഴാണത് അത് പ്രസാദമായിട്ട് മാറുന്നുള്ളൂ. വിത്തൗട്ട് ലവ് ആണെങ്കിൽ അതെന്തായി മാറും? നമ്മൾ അർപ്പിക്കുന്ന ഭോഗം എന്തായിട്ട് മാറും? വിത്ത് ലവ് ആവുമ്പോൾ, വിത്ത് ലവ് അതായത് നമ്മൾ പ്രേമത്തോട് സ്നേഹത്തോടുകൂടി ഭഗവാന് ഭോഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാക്കിയിട്ട് ഭഗവാൻ തരുന്നു. അതേസമയം തന്നെ ഭോഗം ഭഗവാൻ അർപ്പിക്കുന്നു, അതിൽ നമ്മളുടെ സ്നേഹം പ്രേമമില്ല എങ്കിൽ അത് എന്തായിട്ട് മാറും? പ്രസാദമായിട്ട് മാറുമോ? അത് ശുദ്ധീകരിക്കും, അറ്റ്ലീസ്റ്റ് പാപം അത് പ്യൂരിഫൈ ആവുന്നുള്ളൂ, പ്രസാദം ആവുന്നില്ല. പ്രസാദം പറഞ്ഞ ഭഗവാന്റെ മേഴ്സി, ഭഗവാന്റെ ഭക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മേഴ്സി കിട്ടണം. ഭഗവാന്റെ പ്രേമം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രേമം കൊടുത്താലേ നമുക്ക് ഭഗവാന്റെ നിന്ന് പ്രേമം കിട്ടുള്ളൂ. അപ്പോൾ കൃഷ്ണഭക്തി, ലവ് ഓഫ് കൃഷ്ണ, വാട്ട്സ് ദ ഡെഫിനിഷൻ?
കൃഷ്ണഭക്തി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ? കൃഷ്ണഭക്തി പറയണ്ട, കൃഷ്ണപ്രേമം എനിക്ക് വേണേ, എനിക്ക് കൃഷ്ണപ്രേമം കിട്ടണേ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. എന്താണ് കൃഷ്ണഭക്തി എന്ന് പറഞ്ഞാൽ? സ്നേഹത്തോടുകൂടി സേവനോ? അത് ഓക്കെ, അത് സ്നേഹത്തോടു കൂടിയുള്ള സേവനം. യെസ്, സേവനം. അത് കംപ്ലീറ്റ് ഡെഫിനേഷൻ എന്താ? ഒന്നും എക്സ്പെക്ട് ചെയ്യാതെയോ പ്രഭുജി? യെസ്, അതൊക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്. കൃഷ്ണഭക്തി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആവുന്ന എപ്പോഴാണ്? ടു ലവ് കൃഷ്ണ, ടു ലവ് ദ ഡിവോട്ടീസ് ഓഫ് കൃഷ്ണ. Okay, to love the devotees who are aspiring. 1 second, Hare Krishna, 1 second. ഹരേ കൃഷ്ണ. അപ്പോൾ കൃഷ്ണപ്രേമം ഓക്കെ എന്ന് പറഞ്ഞാൽ ടു ലവ് കൃഷ്ണ, ടു ലവ് ദ ഡിവോട്ടീസ് ഓഫ് കൃഷ്ണ, ടു ലവ് ദ aspiring devotees of Krishna, to love whom Krishna loves. അപ്പോൾ ടു ലവ് whom കൃഷ്ണ ലവ്സ് പറഞ്ഞ എല്ലാ ജീവജാലങ്ങളെയും, കൃഷ്ണന്റെ ഭഗവാന്റെ സന്താനങ്ങളാണ് എല്ലാവരും. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും കൃമികീടങ്ങളും വൃക്ഷങ്ങളും മത്സ്യങ്ങളും എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാന്റെ സന്താനങ്ങളാണ്. അപ്പൊ അവരെല്ലാം നമ്മൾ സ്നേഹിക്കണം. അതിൻ്റെ ഇൻ എ ബിഫിറ്റിംഗ് വേ. സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്ന പോലെയല്ല, മറ്റുള്ള ശരീരധാരികളെ അതേപോലെ സ്നേഹിക്കാൻ പറ്റില്ല. ഇൻ എ ബിഫിറ്റിംഗ് വേ, അവരെ അറിയിക്കുന്ന രീതിയിൽ, അവരെ ഉപദ്രവിക്കാതെ സഹായിക്കേണ്ട സമയത്ത് സഹായിക്കുക. അപ്പോൾ അതെല്ലാം കൂടിയതാണ് കൃഷ്ണപ്രേമം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ നമ്മൾ വെറുക്കാൻ പാടില്ല. സോ ദാറ്റ് ഈസ് കൃഷ്ണപ്രേമ. ഭഗവാന്റെ സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അതാണ് ടു സെർവിങ് മീ വിത്ത് ലവ്. സോ വെൻ വി ലവ് കൃഷ്ണ, വി ഹാവ് ടു ലവ് ഹിസ് ക്രിയേഷൻ, വി ഹാവ് ടു ലവ് ഹിസ് അതർ ചിൽഡ്രൻ ഹു അൺഫോർച്ചുനേറ്റ്ലി ഹാവ് ലെസർ ബോഡി. അല്ലേ? നമ്മളെക്കാട്ടിലും താഴ്ന്ന നിലയുള്ള ശരീരം ധരിച്ചിട്ടുള്ള ആൾക്കാരെയും നമ്മളെ സ്നേഹിക്കണം. അപ്പോൾ ഐ ഗീവ് ദ അണ്ടർസ്റ്റാൻഡിങ് ബൈ വിച്ച് ദേ ക്യാൻ കം ടു മീ. അപ്പോൾ നമുക്ക് ഭഗവത് പ്രാപ്തി കിട്ടാം എന്ന് പറയുന്നത്. So let's see purport. In this verse, the word Buddhi Yogam is very significant. We may remember that in the 2nd chapter, the Lord, instructing Arjuna, said that he had spoken to him of many things and that he would instruct him in the way of Buddhi Yoga. Now, Buddhi Yoga is explained. Endana Buddhi Yoga? Buddhi Yoga is nothing but Bhakti Yoga. Bhakti Yoga itself is
ആക്ഷൻ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. ബുദ്ധിയോഗ എന്ന് ഇവിടെ റിഫർ ചെയ്യുന്നത് ഭക്തിയോഗയാണ്. ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് ഇന്റലിജൻസ്. അപ്പോൾ ഏറ്റവും സുമേധ, നല്ല ഹയസ്റ്റ് ഇന്റലിജൻസ് എന്താണ്? ബുദ്ധിയോഗ അല്ലെങ്കിൽ ഭക്തിയോഗ ചെയ്യുക. So Buddhi Yoga itself is action in Krishna consciousness, that is the highest intelligence. Buddhi means intelligence. And yoga means mystic activities or mystic elevation. When one tries to go back home, back to Godhead, and takes fully to Krishna consciousness in devotional service, this action is called Buddhi Yoga. നമ്മളുടെ മനുഷ്യ ജീവിതത്തിലെ ലക്ഷ്യം, ആംബിഷൻ എന്തായിരിക്കണം? തിരിച്ച് ഭഗവത് ധാമിലേക്ക്, തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുക. നമ്മളുടെ പെർമനന്റ് റെസിഡൻസ് അവിടെയാണ്. ഇത് ടെമ്പററി റെസിഡൻസ് ആണ് അല്ലേ? ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫ്ലാറ്റ് മാറുന്ന പോലെ 1 കൊല്ലത്തിനാണ് നിങ്ങൾ ഫ്ലാറ്റ് എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല, ടെമ്പററി ആണ്. അത് കഴിഞ്ഞാൽ വേറെ നോക്കണം അല്ലേ? അങ്ങനെ എത്ര കാലം? 50 years, 60 years, 100 years, നോട്ട് മോർ ദാൻ ദാറ്റ്. പിന്നെ നമുക്കിവിടെ എക്സിസ്റ്റൻസ് ഇല്ല, പോയി. നമ്മുടെ പെർമനന്റ് റെസിഡൻസ് ആധ്യാത്മിക ലോകം. അപ്പോൾ അവിടെ എത്തുന്നത് വരെ ടെമ്പററി റെസിഡൻസ് ആണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പെർമനന്റ് റെസിഡൻസ്, നമ്മുടെ പെർമനന്റ് വീട്ടിൽ എത്തിപ്പോയി. താൽക്കാലികമായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ ടെമ്പററി റെസിഡൻസ് അല്ലേ? നമ്മൾ ഫോമിലൊക്കെ ഫിലപ്പ് ചെയ്യും, വേർ ഇസ് പെർമനന്റ് റെസിഡൻസ് ചോദിക്കും അല്ലേ? പ്രസന്റ് അഡ്രസ് ആൻഡ് പെർമനന്റ് അഡ്രസ്. നമ്മൾ പെർമനന്റ് അഡ്രസ് എവിടെ ജനിച്ചു, വേർ വി ബിലോങ് ടു, ആ അഡ്രസ് കൊടുക്കും. ദാറ്റ് ഈസ് ആൾസോ ടെമ്പററി. പെർമനന്റ് ആണോ നമ്മളെ? ടെമ്പററി പെർമനന്റ് ആണ്. നമ്മുടെ പെർമനന്റ് അഡ്രസ് ഗോലോക് ധാം, വൈകുണ്ഠ, ഇതൊക്കെയാണ് നമ്മുടെ പെർമനന്റ് അഡ്രസ്. പക്ഷെ തൽക്കാലം നമ്മൾ അവിടുന്ന് വിട്ട് വന്നിട്ട് ഇപ്പൊ ടെമ്പററി റെസിഡൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള ആ ഒരു മാർഗമാണ് ബുദ്ധിയോഗ അല്ലെങ്കിൽ ഭക്തിയോഗ. So yoga means mystic activities or mystic elevation. When one tries to go back home, back to Godhead, and takes fully to Krishna consciousness in devotional service, his action is called Buddhi Yoga. In other words, Buddhi Yoga is the process by which one gets out of the entanglement of the material world. The ultimate goal of progress is Krishna. Ultimate goal, നമ്മുടെ അന്തിമ ലക്ഷ്യം തന്നെ ഭഗവത് പ്രാപ്തിയാണ്. ബാക്കിയെല്ലാം ടെമ്പററി ആണ്. അപ്പോൾ ഇത് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഭഗവത് പ്രാപ്തി നേടാം. അപ്പോൾ ഈ ടെമ്പററി ഒരു ബെനിഫിറ്റിന് വേണ്ടിയാണ് ഇപ്പം നമ്മൾ പറക്കം പായുന്നത് അല്ലേ? സോ പീപ്പിൾ ഡു നോട്ട് നോ ദിസ്. ദെയർഫോർ ദ അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ് ആൻഡ് ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ ആ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഗുരു സാധു ശാസ്ത്ര വേണ്ടത്. കാരണം എത്ര തന്നെ അത് ആവർത്തിച്ച് പറഞ്ഞാലും ശരി, അത് നമ്മുടെ തലയിൽ കയറുന്നില്ല, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോഴും നമ്മൾ ടെമ്പററി തിങ്സിന്റെ പിന്നാലെ ഓടുകയാണ്, താൽക്കാലികമായിട്ടുള്ളത്. അത് വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ അറിഞ്ഞിരിക്കണം അത് ടെമ്പററി ആണ്, താൽക്കാലികമാണ്, നമുക്ക് പെർമനന്റ് ആയിട്ട് ഒരു ഹാപ്പിനെസ് തരാൻ പറ്റില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഒരു ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്, അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അതെല്ലാം ചെയ്യണം. പക്ഷെ അതിൻ്റെ കൂടെ ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ടെമ്പററി ആണ്, ഫ്ലിക്കറിങ് ആണ്, ഇതിൻ്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് പ്രൈമറി ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത് എങ്ങനെയാണ് ഇവിടുന്ന് കരകയറിയിട്ട് ഭഗവത് ധാമിലേക്ക് പോകാനുള്ള ആ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള വഴി എന്താണ്, അത് പ്രൈമറി ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ എടുക്കണം, മറ്റത് സെക്കൻഡറി ആക്ടിവിറ്റി ആയിട്ട് എടുക്കണം. ഇപ്പൊ തൽക്കാലം നമ്മൾ ചെയ്യുന്നത് നിർഭാഗ്യവശാൽ സെക്കൻഡറി ആക്ടിവിറ്റി പ്രൈമറി ആക്ടിവിറ്റിയും പ്രൈമറി ആക്ടിവിറ്റി സെക്കൻഡറി ആക്ടിവിറ്റി, അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ്. സോ അതിനാണ് നമുക്ക് ആര് വേണം, ആരുടെ സഹായം വേണം? സ്പിരിച്വൽ മാസ്റ്റർ. One should know that the goal is Krishna, and when the goal is assigned, then the path is slowly but progressively traversed and the ultimate goal is achieved.
the path is slowly but progressively traversed. അപ്പോൾ ഓരോരുത്തരുടെ കാർമിക് ബാഗേജിന്റെ വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ പ്രോഗ്രഷൻ നടക്കും. ചില ആൾക്കാരുടെ പ്രോഗ്രഷൻ പെട്ടെന്നായിരിക്കും, ചില ആൾക്കാർക്ക് സമയം എടുക്കും. ചില ആൾക്കാർക്ക് ഈ ലൈഫിൽ തന്നെ ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ലൈഫ് ടൈംസ് എടുക്കും. കാരണം നമ്മളുടെ പ്രോഗ്രഷൻ സ്ലോ ആണ്, സുഹൃതി കുറവാണ്, കാർമിക് ബാഗേജ് കൂടുതലാണ് അല്ലേ. സുഹൃതിയും ദുഷ്കൃതിയും രണ്ടിൻ്റെ ബാഗേജ് നമ്മൾ ചിലത് ഹൈ ചിലത് ലോ, പക്ഷെ രണ്ടും നമുക്ക് നില്ലാക്കണം. രണ്ടും നമുക്ക് സീറോ ആക്കിയാലേ നമുക്ക് ഇവിടുന്ന് കരകയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബാഗേജിന്റെ വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ ആ പ്രോഗ്രസ് ഡിലേ ആവും. അപ്പോൾ അതിനെ പ്രോഗ്രസ്സിനെ കുറച്ചും കൂടിയും സ്പീഡ് ഫാസ്റ്റ് പേസിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിവോഷണൽ ആക്ടിവിറ്റീസിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ചാൻഡിങ്, പ്യുവർ ചാൻഡിങ്ങിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അങ്ങനെ സ്പിരിച്വൽ ഒരുപാട് ഒബ്സർവ് ചെയ്യാണ്ട് സ്പിരിച്വൽ പ്രാക്ടീസസ് അത് കുറച്ചും കൂടിയും സ്ട്രോങ് ആക്കണം. അപ്പോൾ നമ്മളുടെ ആ പേസ് കുറച്ച് ഫാസ്റ്റ് പേസിൽ പോകാൻ പറ്റും. So when goal is assigned, the path is slowly but progressively traversed and the ultimate goal is achieved. When a person knows the goal of life but is addicted to the fruits of activities, he is acting in karma yoga. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലക്ഷ്യം അറിഞ്ഞു, പക്ഷെ എന്നിട്ടും നമ്മൾ ആ കർമ്മഫലത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ എന്താണ് അതിന് പറയുക? he is acting in karma yoga. That's also yoga only. പക്ഷെ എന്താണ്? ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ. സപ്പോസ് 4 സ്റ്റെപ്പ് ഉണ്ട് ഒരു ലാഡറിൽ. ഓക്കെ, ദ ഫസ്റ്റ് ഈസ് കർമ്മ, ദെൻ ജ്ഞാന, ദെൻ ധ്യാന, ദെൻ ഭക്തി. അപ്പം നമ്മൾ ഇങ്ങനെ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ഫലം ഇച്ഛിച്ചിട്ട് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചവിട്ടുപടിയാണ്. പിന്നെ when he knows that the goal is Krishna but he takes pleasure in mental speculation to understand Krishna, he is in ജ്ഞാനയോഗ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ജ്ഞാന, മൂന്നാമത്തെ ധ്യാന, പിന്നെ ഭക്തി. And when he knows the goal and seeks Krishna completely in Krishna and devote service, is acting in Bhakti Yoga or Buddhi Yoga. That is the ultimate. അപ്പോൾ ഇത് ഈ പടിപടിയായിട്ട് നമ്മൾ ബുദ്ധിയോഗ, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളിലെ സുഹൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സർവീസ് ചെയ്യാം, ഭക്തി യോഗത്തിൽ വരാൻ പറ്റും. അപ്പം നമ്മളെല്ലാം എൻ്റെ കണക്കിൽ ആ സുഹൃത്തി കൊണ്ടുവന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഡയറക്റ്റ് സർവീസ് ഭക്തി മാർഗത്തിൽ, ആൾദോ വിത്ത് എക്സ്പെക്ടേഷൻ, ഭക്തി മാർഗത്തിൽ ഡയറക്റ്റ് വന്നിരിക്കുന്നത്. മറ്റുള്ള കർമ്മ ജ്ഞാന ധ്യാനത്തിലല്ല വന്നിരിക്കുന്നത്, ഭക്തിയിലെ. ആ ഭക്തിയിലും നമുക്ക് സകാമ ഭക്തിയാണ്, അറിയാം, നമുക്ക് ആഗ്രഹങ്ങളുടെ പകുതി. പക്ഷേ എങ്കിലും ഭക്തി ഡയറക്റ്റ് സർവീസിലാണ് നമ്മൾ വന്ന് എത്തിയിരിക്കുന്നത്. സോ എപ്പോഴും ഭഗവാന്റെ കൃപാകടാക്ഷം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ഈ തലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. സോ കൃഷ്ണ കംപ്ലീറ്റ്ലി ഇൻ കൃഷ്ണ കോൺഷ്യസ് ആൻഡ് ഡിവോഷൻ സർവീസ് ഈസ് ആക്ടിങ് ഇൻ ഭക്തി യോഗ ഓർ ബുദ്ധി യോഗ, വിച്ച് ഈസ് ദ കംപ്ലീറ്റ് യോഗ. ദിസ് കംപ്ലീറ്റ് യോഗ ഈസ് ദ ഹയസ്റ്റ് പെർഫെക്ഷൻ സ്റ്റേജ് ഓഫ് ലൈഫ്. അപ്പൊ ഈ ഭക്തി യോഗത്തിൽ നമ്മൾ എത്തിയാലും നമ്മൾ പ്യുവറല്ല. ഒരുപാട് കൽമശങ്ങളും അനർത്ഥങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ. അപ്പൊ ഇതിനെ പ്യൂരിഫൈ ചെയ്യാണ് നമ്മുടെ പ്രോസസ്സ്, ഡിവോഷണൽ പ്രോസസ്സ്. എ പേഴ്സൺ മേ ഹാവ് ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ and may be attached to a spiritual organization, but if he is still not intelligent enough to make progress, Krishna from within gives him insight so that he may ultimately come to him without difficulty. Okay, നമ്മളെ പോലുള്ള ആൾക്കാർക്കുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. A person may have a bona fide spiritual master and may be attached to a spiritual organization, but still not intelligent enough to make progress. കാരണം നമ്മുടെ പാസ്റ്റ് ഇംപ്രഷൻസ്, പാസ്റ്റ് ഡിസൈർസ്, ഇത് കാരണത്താൽ നമ്മൾ ആ പ്രോഗ്രസ് വിചാരിച്ച പോലെ നടക്കുന്നില്ല. പക്ഷെ നമുക്ക് ഒരു സിൻസിയർ ആയിട്ടുള്ള ആ ഒരു ആഗ്രഹമുണ്ട്, ഡിസയറുണ്ട്. ഐ വാണ്ട് ടു ബി പ്യൂരിഫൈഡ്, ഐ വാണ്ട് ടു ബിക്കം എ പ്യൂർ ഡിവോട്ടി. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എന്താ, ദെൻ കൃഷ്ണ ഫ്രം വിതിൻ gives him instructions so that he may ultimately come to him without difficulty. അപ്പോൾ ആ തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ സഹായം
ഫ്രം വിതിൻ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളുടെ ആ അനർത്ഥങ്ങളോ കൽമശങ്ങളോ എല്ലാം മാറ്റിയിട്ട് ഭഗവാനിലേക്ക് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഈ ലൈഫിൽ തന്നെ ചെന്നെത്താനുള്ള ആ അവസരം ഭഗവാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പ്രദാനം ചെയ്യും. The qualification is that a person always engages himself in Krishna consciousness and with love and devotion render all kinds of services. He should perform some sort of work for Krishna and that work should be with love. അപ്പൊ ഏത് ജോലിയും കുഴപ്പമില്ല, എന്താ നമുക്ക് പറ്റുന്നത് അത് ചെയ്യാം. മറ്റുള്ളവരും അയ്യോ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു, ഇദ്ദേഹം അങ്ങനെ ചെയ്യുന്നു, എനിക്കത് ചെയ്യാൻ പറ്റില്ല, യാതൊരു കംപ്ലൈൻറ്റും വേണ്ട. ഓരോരുത്തർക്കും യൂണിറ്റ് എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. ആ എബിലിറ്റി അനുസരിച്ച് നമ്മൾ ഭഗവാനെ സേവിക്കുക. അതാണ് ഈ ഷുഡ് പെർഫോം സം സോർട്ട് ഓഫ് വർക്ക്. അപ്പോൾ അതിൽ ചിലപ്പോൾ ചില സർവീസ് ലൈം ലൈറ്റിലായിരിക്കില്ല. ലൈം ലൈറ്റ് ഇൻ ദ സെൻസ് ഭൗതിക തലത്തിലുള്ള ലൈം ലൈറ്റ്. ഭഗവാൻ അതല്ല നോക്കുന്നത്. ചിലപ്പോൾ ബിഹൈൻഡ് ദ സീൻ ആയിരിക്കും, ഒരാളും അറിയുന്ന കൂടിയില്ലാണ് സേവനം ചെയ്യുന്നത്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഭഗവാൻ അറിയുന്നുണ്ട്. നമ്മൾ കാണുന്നില്ലെങ്കിലും ഭഗവാൻ കാണുന്നുണ്ട്. some sort of work for Krishna and that work should be with love. അത് സിൻസിയറായിട്ട് വിത്ത് ലവ് ഭഗവാന് ചെയ്യുക, സേവനം ചെയ്യുക. If a devotee is not intelligent enough to make progress on the path of self-realization but is sincere and devoted to the activities of divine service, the Lord gives him a chance to make progress and ultimately attain to him. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്തും ഇന്നല്ലെങ്കിൽ നാളെ, പ്രൊവൈഡഡ് വി ആർ സിൻസിയർ ഇൻ അവർ ഡിവോഷണൽ ആക്ടിവിറ്റീസ്. അപ്പം ആ സിൻസിയറിറ്റി, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ് കൗണ്ട്സ് എ ലോട്ട്. അല്ലാണ്ട് നമ്മുടെ എക്സ്പെർട്ടീസ് അല്ല, നമ്മുടെ ടാലൻ്റ് അല്ല. അപ്പോൾ എത്ര നന്നായിട്ട് ഒരു ഡിവോഷണൽ സോങ് പാടുന്നുണ്ടായിരിക്കും ഒരാൾ, ഓക്കെ, പക്ഷേ അവിടെ ലവ് ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓഫ് നോ യൂസ്. പക്ഷെ ഒട്ടും യാതൊരു ട്യൂണില്ല, ഒരു ഈണമില്ലാണ്ട് ചില ആൾക്കാർ പാടുന്നുണ്ടായിരിക്കും. പക്ഷെ അവിടെ എന്താണ്, പൂർണ്ണമായിട്ടും ഭഗവാന്റെ സമർപ്പണ ഭാവം ഉണ്ടായിരിക്കും, ഭഗവാന്റെ ലവ് ആൻഡ് ഡിവോഷൻ ഉണ്ടായിരിക്കും. അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. എത്ര രാഗത്തിലും താളത്തിലും പാടിയിട്ട് കാര്യമില്ല. അതാണ്. സോ ദിസ് what is that? തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധി യോഗം തം യേന മാം ഉപയാന്തിതേ. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് എവറി ഡേ എക്സ്ക്ലൂസീവ്ലി ഫൈൻഡ് എ ടൈം ടു ഡിവോട്ട് ടു ദ സുപ്രീം ലോർഡ്. ഓക്കെ, ദിസ് ഈസ് മൈ ടൈം വിത്ത് ദ സുപ്രീം ലോർഡ്. അതിൽ വേറൊരാളുടെ ഇൻ്റർഫിറൻസ് പാടില്ല. ഹാഫ് ആൻ അവർ, 1 hour, 10 minutes, 20 minutes, എന്തായാലും ശരി, exclusively we have to pray and we have to glorify Supreme Lord. അത് നമുക്കറിയുന്ന ഭാഷയിൽ. ഭഗവാൻ അതിലൊരു തെറ്റും കാണില്ല. ഒരു കുട്ടി, ചെറിയ കുട്ടി, 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടി ബ്രോക്കൺ ലാംഗ്വേജിലായിരിക്കും പറയുന്നത്. പക്ഷേ അച്ഛനും അമ്മയ്ക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കും ആ ബ്രോക്കൺ ലാംഗ്വേജ് കേൾക്കുമ്പോൾ, അല്ലേ? അതേപോലെ ഭഗവാനും നമുക്കും, അതായത് ഭഗവാനെ ഉത്തമ ശ്ലോകം കൊണ്ടോ ഒന്നും സ്തുതിക്കാനുള്ള കഴിവ് നമുക്കില്ല. നമുക്ക് അറിയുന്ന പോലെ ഭഗവാനെ സ്തുതിച്ചാൽ മതി. എനിക്കറിയില്ല എന്ന് പറയുന്നത്, അതായത് കുട്ടികളെ എങ്ങനെ ആ ബ്രോക്കൺ വേർഡ്സിൽ അവരെ എക്സ്പ്രസ് ചെയ്യുന്നു, അവരെ ലവ് ടു ഹിസ് പാരൻസ്, ടു ഹർ പാരൻസ്, ആൻഡ് ദ പാരൻസ് ആർ വെരി പ്ലീസ്, വെരി ഹാപ്പി അത് കേൾക്കുമ്പോൾ. അതേപോലെ നമ്മുടെ സുപ്രീം ലോർഡ്, ഹി നോസ് അവർ കപ്പാസിറ്റി, അവർ കാപ്പബിലിറ്റി. അത് വളരെ വളരെ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യും. ഒരു കംപ്ലൈൻറ്റും ഇല്ല. അയ്യോ എന്നെ ഈ വാക്ക് ശരിയല്ല, ആ വാക്ക് ശരിയല്ല, ഈ സെൻറ്റൻസ് ശരിയല്ല, അത് ശരിയല്ല, ഗ്രാമറില്ല, ഒന്നും പറയില്ല. അതാണ് സുപ്രീം ലോർഡ്. ജസ്റ്റ് ലൈക്ക് അവർ പാരൻസ്, ദ അക്സെപ്റ്റ്, എല്ലാം അക്സെപ്റ്റ് ചെയ്യും. അതായത് സുപ്രീം പാരന്റ് വിൽ അക്സെപ്റ്റ്, എല്ലാം അക്സെപ്റ്റ് ചെയ്യും. ധ്രുവനോട് സുനീതി പറഞ്ഞു, തൻ്റെ അമ്മ പറഞ്ഞു, ധ്രുവ, ഞാൻ നിനക്ക് ഒരു അമ്മ മാത്രമാണ്. ഭഗവാൻ എല്ലാവരുടെയും അമ്മയാണ്, അല്ലെ? അപ്പൊ എത്രയോ 1000 അമ്മമാർക്ക് തുല്യമാണ് ഭഗവാൻ.
ഓക്കെ, ആ ഭഗവാന്റെ അടുത്ത് പോയിട്ട് തൻ്റെ ആഗ്രഹം പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു പേരൻസ്, ഒരു സെറ്റ് ഓഫ് പേരൻസ്. അപ്പോൾ ഭഗവാന് എല്ലാവരുടെയും പേരൻസ് ആണ്. അപ്പൊ എത്രയോ ആ ഒരു ഇത് ഭഗവാന്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. ആ ഭഗവാന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ ഭഗവാന് ശരണം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മളും ഈ ഈ ടെമ്പററി വേൾഡില് നമുക്കുള്ള പൊസിഷൻസ്, സ്ഥാനമാനങ്ങളൊന്നും അതിനൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ പെർമനന്റ് ആയിട്ടുള്ള ആ സ്ഥാനത്തിന് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് അതില് പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. തേശാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തി. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് ടെക്സ്റ്റ് 11. ഓക്കെ, ഇതിൽ ടെക്സ്റ്റ് 10 എന്തെങ്കിലും ചോദ്യങ്ങളോ കമന്റ്സോ വല്ലതും ഉണ്ടോ? പ്രഭുജി ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ലേ, ഒരാൾക്ക് ഗുരു, ആ ഒരു ലാസ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ടിംഗില്ലേ പ്രഭുജി, A person may have a person may have a bona fide spiritual master and may be attached to spiritual organization, but if he's still not intelligent enough to make progress, then Krishna from within gives him instructions so that he may ultimately come to him without difficulty. നമുക്കൊരു സ്പിരിച്വൽ മാസ്റ്റർ ഉണ്ട്, ഒരു ഗുരു ഉണ്ട്, നമ്മളൊരു സ്പിരിച്വൽ ഓർഗനൈസേഷനായിട്ട് ഒരു ബന്ധമുണ്ട്. എന്നാലും അദ്ദേഹത്തിന് ബുദ്ധി കുറവാണ് സ്പിരിച്വൽ പ്രോഗ്രസിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഒരു ശിഷ്യത്വം ലഭിച്ചിട്ടുണ്ട് ഒരു ഗുരുവിൻ്റെ നിന്ന്, ഒരു അസോസിയേഷനായിട്ട് സ്പിരിച്വൽ ഓർഗനൈസേഷൻ നമുക്കൊരു ബന്ധമുണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്ക് ആ ബുദ്ധി കുറവാണ്. പക്ഷെ ആഗ്രഹമുണ്ട്, തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ് തരും എന്നാണ് പറയുന്നത്. ആ ഗൈഡൻസ് തന്നിട്ട് തിരിച്ച് ഭഗവത് പ്രാപ്തി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് വി ആർ നോട്ട് capable of doing ourselves. Bhagavan will ensure that we progress slowly because he inspires us, instructs us, guides us from within. ക്ലിയർ ആണ് മാതാജി? ഓക്കെ പ്രഭുജി. അപ്പൊ അവിടെ ഗുരുവിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഗുരുവിന്റെ ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്ററും ആ ഒരു അസോസിയേറ്റഡ് ആയിട്ടുള്ള ബന്ധം കാരണമാണല്ലോ ഭഗവാൻ നമ്മളെ ഫ്രം വിതിൻ ഇൻസ്പയർ ചെയ്യുന്നത്. ഗുരുവിന്റെ ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ഉണ്ട്. വേറെ എന്തെങ്കിലും? ഇത് നമുക്ക് ഗ്രോസ് ആയിട്ട് ഒന്നും അറിയാൻ പറ്റില്ല. ഇതെല്ലാം വളരെ സട്ടിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ദീക്ഷ എടുക്കുന്ന സമയത്ത് ഗുരു വിൽ ക്ലീൻ ആൾ അവർ കർമാസ് ടിൽ ദാറ്റ് ടൈം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് കറക്റ്റ്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാനുള്ള ഗ്രോസ് ആയിട്ട് പിന്നെയും എന്തിനാണ് എനിക്ക് തലവേദന വരുന്നത്, എനിക്ക് അല്ലെങ്കിൽ വയറുവേദന വരുന്നത്, എനിക്ക് എൻ്റെ ജോലി പോകുന്നത്, എനിക്ക് ആ സംഭവിക്കുന്നത് എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാം. പ്രാരാബ്ധ കർമ്മങ്ങൾ അവിടെ ഉണ്ട്. നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച്, നമ്മളുടെ ആ ഒരു സിൻസിയറിറ്റി അനുസരിച്ച് പതുക്കെ പോവും. ഗുരു എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അതുവരെയുള്ള സ്റ്റോക്കിലുള്ള ആ സീഡ്സ് ഇല്ലേ, സ്റ്റോക്കിലുള്ള സീഡ്സ്, അതിനെ നശിപ്പിക്കും. പക്ഷെ ഓൾറെഡി ആ സീഡ്സ് വളർന്ന് വലുതായി പുഷ്പിച്ച കായായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ദാറ്റ് വി ഹാവ് ടു സഫർ ഓർ എൻജോയ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അതിന് റിയാക്ഷൻ, വീണ്ടും കർമ്മം ചെയ്യുന്നു, വീണ്ടും റിയാക്ഷൻ, അപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ടോട്ടലി നമുക്ക് എന്തുകൊണ്ടാണ് നിൽക്കാത്തത്? വീണ്ടും നമ്മൾ സ്റ്റോക്ക് വർദ്ധിക്കുകയാണ് നമ്മളുടെ. കാരണം വെച്ചാൽ സിൻസിയറായിട്ട് അപ്പോഴും ഡിവോഷണൽ ആക്ടിവിറ്റി 100% നമ്മൾ തയ്യാറല്ല.
The Guru will take care of all the stock of the seeds. It will destroy. പക്ഷെ ആൾറെഡി പ്രാരാബ്ധമായിട്ടുള്ള ആ കർമ്മം അപ്പോഴുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ സഫർ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, വി ഡോണ്ട് സ്റ്റോപ്പ് കമ്മിറ്റിംഗ് സിൻഫുൾ ആക്ടിവിറ്റീസ്. സോ അതിനുള്ള റിയാക്ഷൻസ് വരും. അതില്ലെങ്കിൽ നമുക്ക് ഈ ലൈഫിൽ തന്നെ നമുക്ക് രക്ഷപ്പെടാം. കാരണം കൂടുതലായിട്ട് നമ്മൾ സിൻഫുൾ റിയാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ. പക്ഷെ മിക്ക ആൾക്കാരും അറിഞ്ഞോ അറിയാതെ വീണ്ടും സിൻഫുൾ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആവുന്നുണ്ട്. സോ അപ്പൊ അങ്ങനെ അത് ഈ ചെയിൻ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഓക്കെ മാതാജി. യെസ് പ്രഭുജി. ഹരേ അപ്പൊ കൃഷ്ണ. പ്രാരാബ്ധ കർമ്മങ്ങളാണ് നമ്മൾ ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാരാബ്ധ ദീക്ഷ എടുത്തു കർമ്മങ്ങൾ കഴിഞ്ഞാലും ആൾറെഡി അത് ഫ്രൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. വി ഹാവ് ടു, അത് ബിറ്റർ ഫ്രൂട്ട് ആണെങ്കിൽ വി ഹാവ് ടു സഫർ. ഇഫ് ഇറ്റ് ഈസ് മാംഗോ സ്വീറ്റ്, വിൽ എൻജോയ്. പിന്നെ ആ പ്രാരാബ്ധ ഇനീഷ്യേഷൻ എടുത്ത ഉടനെ ആയിരിക്കും അടുത്ത ദിവസം നമ്മുടെ ജോലി പോകുന്നത്. ഫോർ എക്സാമ്പിൾ. അപ്പൊ അടുത്തുള്ള ആൾക്കാർ പറയും, കണ്ടോ എത്ര കാലം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നിങ്ങളിതിൽ ചെന്ന് പെട്ടു, നിങ്ങളുടെ ജോലി പോയി. അപ്പൊ എന്താ പറയാ, അപ്പൊ നമ്മളെന്താ പറയാ, നമുക്ക് ഫെയ്ത്ത് ഇല്ല, കൺവിക്ഷൻ ഇല്ല. ശരിയുണ്ടോ, ഇത്ര കാലം ഒരു സുഖമില്ല, ഇനീഷ്യ എടുത്ത് പിറ്റേ ദിവസം ജോലി പോയി. അപ്പൊ ആരെ നമ്മുടെ കുറ്റം പറയാ? നല്ലത് കിട്ടിയാൽ ഉണ്ടോ നമ്മൾ സമാധാനിക്കും, ഉണ്ടോ ഇത് കൊണ്ടാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ ആൾറെഡി ഡെസ്റ്റൈൻ ടു എൻജോയ് ഓർ സഫർ. നത്തിങ് ടു ഡു വിത്ത് ദിസ് ഇനീഷ്യേഷൻ എവറിത്തിങ്. യെസ്, നമ്മളിതെല്ലാം ചെയ്ത് ആ ഗുരുവിൻ്റെ വോസൊക്കെ നമ്മൾ സ്വീകരിച്ച് അത് പ്രകാരം ചെയ്യുമ്പോൾ ഗുരുവിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷനിലെ, ഗുരുവിൻ്റെ ഗൈഡൻസിലെ, ഗുരുവിൻ്റെ ബ്ലെസ്സിങ്സിലെ പല നല്ല കാര്യങ്ങളും വന്ന് ചേരുന്നത് അത് നമുക്കറിയുന്നില്ല. നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം അങ്ങനെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അതായത് ശരിക്കും ഫെയ്ത്തും കൺവിക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ മറ്റുള്ളവർ പറഞ്ഞ് അത് ശരിയാട്ടോ, ഇത് കാരണമാണോ അത് കാരണമാണ്, അതൊന്നല്ല. വരാൻ പോകുന്നത് വഴി തങ്ങുന്നില്ല, ആൾറെഡി നമുക്ക് വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ്. പക്ഷെ വെട്ട് തല്ലായിട്ട് മാറ്റാനുള്ള കഴിവുണ്ട് ഭഗവാന്. നമ്മുടെ ഈ ഒരു പാത്ത് സ്വീകരിച്ച് കാരണം എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നത് ചെറിയൊരു കാര്യത്തിൽ സെറ്റിൽ ചെയ്തു. ഇല്ല, നമ്മൾ പറയുന്നില്ലേ വെട്ട് തല്ലായി മാറി എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഭഗവാന്റെ കൃപയാണ്, ഗുരുവിന്റെ കൃപയാണത്. ഓക്കെ, ടെക്സ്റ്റ് 11. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസ്വതാം. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസ്വതഃ. ഇത് ഇല്ല, അടുത്ത ക്ലാസ്സിൽ എടുത്താൽ പോരെ, 5 മിനിറ്റ് ഉള്ളൂ ഇനി. പോരെ, only 5 minutes left. അടുത്ത ക്ലാസ്സിൽ എടുക്കാം പ്രഭുജി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ആക്കാൻ പറ്റില്ല, അപ്പൊ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, സോ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ അനന്തകോടി വൈഷ്ണവ की जय, प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे, हरि हरि बोल.